നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi extension cord. Flexi Electronics and Home Appliances. Flexi. Life easy. ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയുടെ കരിനിഴലെന്ന് വി.ഡി. സതീശൻ ക്ലോസ് എൻകൗണ്ടറിൽ. പ്രതിച്ഛായ നഷ്ടത്തിന് ഉത്തരവാദി ഉമ്മൻചാണ്ടി. നേതൃമാറ്റം ആവശ്യപ്പെടാത്തത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് സാധ്യത. ഒരു അഴിമതിയുടെ നിഴൽ ഈ UDF സർക്കാരിൻ്റെ മീതെ വീണിരിക്കുന്നു, ഒരു കരിനിഴൽ വീണിരിക്കുന്നു. അതിൽ നിന്ന് പുറത്തു കടക്കണം. പുറത്ത് കടക്കുന്നത് എങ്ങനെയാണ് എന്ന് മുതിർന്ന നേതാക്കന്മാർ ചർച്ച ചെയ്യണം. നേതൃമാറ്റം ചർച്ചയിലില്ലെന്ന് A.K. ആന്റണി. ജനത്തിന് സർക്കാരിൽ വിശ്വാസമുണ്ടെന്ന് ഉമ്മൻചാണ്ടി. ബാറുകൾ പൂട്ടിയ ശേഷം കുടുംബങ്ങൾ ബാറാകുന്നുവെന്ന് A.K. ആന്റണി. കുടുംബങ്ങൾ ശിഥിലമാകുന്നത് വർദ്ധിച്ചു. ബാർ നിരോധിച്ചതോടുകൂടി അവിടുത്തെ ക്യൂ നീണ്ടു വന്നിരിക്കുകയാണ്. അടുത്ത കാലത്ത് ഒരു സർവേയിൽ വന്നിരിക്കുന്നത് കേരളത്തിൽ കുടുംബ ബാറുകളുടെ എണ്ണം 30% കൂടിയെന്നാണ്. സർവ്വമേഖലയിലും വ്യാപിച്ച അഴിമതി തടയാൻ പ്രസംഗം പോരാ, നടപടി വേണം. ഇന്ധനവില കുത്തനെ കൂട്ടി. പെട്രോളിന് 3 രൂപ 13 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും വർദ്ധിച്ചു. ഇന്ത്യയിൽ ചൈന 65,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. 24 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കാലിക്കറ്റ് സർവകലാശാല സർട്ടിഫിക്കറ്റ് വിതരണത്തിൽ സമ്പൂർണ്ണ അരാജകത്വം. നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് ലഭിച്ചത് MBBS സർട്ടിഫിക്കറ്റ്, BBA വിദ്യാർത്ഥിക്ക് BCom സർട്ടിഫിക്കറ്റ്. VC-യുടെ പരിഷ്കാരങ്ങൾ പ്രശ്നകാരണമെന്ന ആക്ഷേപം. പാമോലൻ കേസിൽ ജിജി തോംസനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്താൻ തടസ്സമില്ലെന്ന് സുപ്രീം കോടതി. അബ്ദുൽ നാസർ മദനിക്ക് 5 ദിവസത്തേക്ക് കേരളത്തിലേക്ക് വരാൻ സുപ്രീം കോടതി അനുമതി. വിചാരണ വൈകുന്നതിൽ കോടതിക്ക് അതൃപ്തി. ഇറ്റീസ് അവർ വിശദമായി. ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയുടെ കരിനിഴലിലാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് V.D. സതീശൻ. റിപ്പോർട്ടിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ സംസാരിക്കുകയായിരുന്നു V.D. സതീശൻ. ഈ ഘട്ടത്തിൽ നേതൃമാറ്റം ആവശ്യപ്പെടാത്തത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടമായതുകൊണ്ടാണ്. രമേശ് ചെന്നിത്തല ഉയർത്തിക്കാട്ടാൻ സാധ്യതയുള്ള കോൺഗ്രസിലെ ഏറ്റവും പ്രസന്നമായ മുഖമാണെന്നും V.D. സതീശൻ പറഞ്ഞു. ധനമന്ത്രി KM മാണിക്കെതിരായ ബാർക്കോഴ ആരോപണമുണ്ടായപ്പോൾ കുറെ കൂടി ബുദ്ധിപരമായ നിലപാട് മുതിർന്ന നേതാക്കൾ കൈക്കൊള്ളേണ്ടതായിരുന്നു. കോൺഗ്രസിന്റെ ഭാവിയെ കരുതിയുള്ള തീരുമാനമായിരുന്നു എടുക്കേണ്ടത്. UDF സർക്കാരിനുമേൽ അഴിമതിയുടെ കരിനിഴൽ വീണിട്ടുണ്ടെന്ന് V.D. സതീശൻ പറഞ്ഞു. ഒരു അഴിമതിയുടെ നിഴൽ ഈ UDF സർക്കാരിൻ്റെ മീതെ വീണിരിക്കുന്നു, ഒരു കരിനിഴൽ വീണിരിക്കുന്നു. അതിൽ നിന്ന് പുറത്ത് കടക്കണം. പുറത്ത് കടക്കുന്നത് എങ്ങനെയാണ് എന്ന് മുതിർന്ന നേതാക്കന്മാർ ചർച്ച ചെയ്യണം. അഴിമതിക്കാരെ കയറൂരി വിടാൻ പാടില്ല. മന്ത്രിസഭാംഗങ്ങളെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയണം. എല്ലാവരും എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിച്ചാൽ കോൺഗ്രസിനെ ആര് രക്ഷിക്കുമെന്നും V.D. സതീശൻ ചോദിച്ചു. UDF സർക്കാരിൻ്റെ ഇമേജിന് കോട്ടം വരുന്ന രീതിയിൽ, ഭംഗം വരുന്ന രീതിയിലുള്ള പ്രവർത്തികളുമായി ആര് പോയാലും അവരെ നിയന്ത്രിക്കാൻ കഴിയണം. ആരെയും കയറൂരി വിടരുത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം UDF-ന്റെ ഗ്രാഫ് താഴേക്ക് പോയി. അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ പൊതുസമൂഹത്തിന്റെ ചിന്ത കോൺഗ്രസ് മനസ്സിലാക്കിയില്ല. കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് തീരുമാനമെടുക്കണമായിരുന്നു. ഘടകകക്ഷി മന്ത്രിമാരെ നിയന്ത്രിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. രണ്ടാം UPA സർക്കാരിന്റെ ഗതി UDF-ന് ഉണ്ടാകരുതെന്നും V.D. സതീശൻ പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തുടർച്ചയായി ഉണ്ടാകുന്ന വിഷയങ്ങൾ ഗുണപരമല്ല. അപ്പോൾ ഗുണപരമാണ് എന്ന് പറഞ്ഞത് ഒരു തെറ്റായ വിലയിരുത്തലാവും. ദൈവവിശ്വാസികൾക്ക് ദൈവഭയം ഉള്ളതുപോലെ പൊതുപ്രവർത്തകർ ജനങ്ങളെ ഭയക്കണമെന്നും V.D. സതീശൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ആന്റണി രാജു, ജേക്കബ് ജോർജ്, അജയ് തറയിൽ, അഡ്വക്കേറ്റ് ജയശങ്കർ, PC ജോർജ്, TN പ്രതാപൻ എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ അജയ് തറയിൽ. ആന്റണിക്ക് തോന്നുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും മറ്റ് സർക്കാർ മേഖലകളിലും അഴിമതിയുണ്ട് എന്ന്. V.D. സതീശൻ പറയുന്നു സർക്കാർ ആകെ അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ് എന്ന്. ശരിയാണ്, അഴിമതി സർവ്വവ്യാപിയാണ് എന്ന് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സമ്മതിക്കുന്നു. ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ജനങ്ങൾ കൈയൊഴിയുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അറിയാം. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം പറയേണ്ടവർ തന്നെയാണ് ഇത് സമ്മതിക്കുന്നത്. അപ്പം എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ച് വ്യക്തത കൂടി വരുത്തണ്ടേ? അല്ല, ഇന്ന് എനിക്ക് ഏറ്റവും ഗൗരവമേറിയ ഒരു പ്രസ്താവന ശ്രീമാൻ A.K. ആന്റണിയിൽ നിന്ന് ഉണ്ടായതാണ്. കേരളത്തിൽ അഴിമതി സർവ്വവ്യാപകമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് കയറി പറയുന്ന ഒരാളല്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം, സാമൂഹ്യ അന്തരീക്ഷം, ഭരണകൂടങ്ങളുടെ പ്രത്യേകത എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ആ പ്രസ്താവനയെ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ ശരിവച്ചിട്ടുണ്ട്. ഞാൻ ഇക്കാര്യം ഡൽഹിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ശരിവച്ചു. അതുപോലെ കേരള രാഷ്ട്രീയത്തിൽ
അഴിമതിയുടെ ഒരു കരിനിഴലുണ്ട് എന്ന് ഞങ്ങളൊക്കെ ഒരു കാലത്ത് പറഞ്ഞത് ആ കരിനിഴലുണ്ട് എന്ന യാഥാർത്ഥ്യം നേതാക്കന്മാർ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതാണ് UDF-ൻ്റെയും കോൺഗ്രസ് ഭരണത്തിൻ്റെയും ഏറ്റവും വലിയ സവിശേഷത. ഇനി സതീശൻ പറഞ്ഞതുപോലെ ആ കരിനിഴൽ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും KPCC-യും കോൺഗ്രസ് പാർട്ടിയും UDF-ഉം മുൻതൂക്കം കൊടുക്കേണ്ടത്. അതിനുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ അജയ് തറയിൽ KPCC അഴിമതി വ്യാപകമാണ് എന്ന് കണ്ട് ഇതിനകം തന്നെ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്, തിരുത്തൽ ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഘടകകക്ഷി മന്ത്രിമാരെ നിയന്ത്രിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് ശ്രീ VD സതീശനും പറയുന്നു. ഹൈക്കമാൻഡിനെ ഗവൺമെൻറ്റിൻ്റെ പൊതുവായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആക്സസ് ഉള്ള നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിലേതുപോലെ AK ആൻ്റണിയുടെയും K കരുണാകരൻ്റെയും കാലഘട്ടത്തിലേതുപോലെ തമ്മിലടിക്കുക എന്നുള്ളത് ഇപ്പോൾ സാധ്യമല്ല. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സംഘർഷമുണ്ടാക്കി അവരുടെ സാധ്യത തല്ലിക്കെടുത്താനാകില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം പൊതുസമൂഹത്തിൽ ഉന്നയിച്ച് അല്ലെങ്കിൽ നേതൃമാറ്റമായി അവതരിപ്പിച്ച് ഞങ്ങൾ ബഹളം കൂട്ടാനില്ല. ഇതെല്ലാം കണ്ടാൽ ബോധ്യപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഹൈക്കമാൻഡിൽ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഒരു സഹിഷ്ണുത മനോഭാവം VD സതീശനെ പോലുള്ളവർ കാണിക്കുമ്പോൾ പൂർണ്ണമായ ഉത്തരവാദിത്തം, അധികാര തുടർച്ചയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഉമ്മൻചാണ്ടിയിൽ നിക്ഷിപ്തമാക്കുകയല്ലേ? ശരിയാണ്, ഞങ്ങളൊരു സംയമനം കാണിക്കുകയാണ്, നേതൃമാറ്റം ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഇന്നത്തെ ഈ തകർച്ചയിൽ നിന്ന് കരകയറ്റേണ്ടത് ഉമ്മൻചാണ്ടിയുടെ ഉത്തരവാദിത്തമാണ്. ഭരണ തുടർച്ച ഉറപ്പുവരുത്തേണ്ടത് ഉമ്മൻചാണ്ടിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി ബാക്കി എല്ലാ കാര്യങ്ങളും സേഫാണ്. ഞങ്ങൾ ചെയ്യേണ്ടത്, KPCC ചെയ്യേണ്ടത്, മുന്നണിയിൽ പറയേണ്ടത്, ഹൈക്കമാൻഡിൽ പറയേണ്ടത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉമ്മൻചാണ്ടിയുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിനെ താങ്കളും സാധൂകരിക്കുന്നുണ്ടോ? അല്ല, ഒരു ഭരണകൂടത്തിൻ്റെ മുഖച്ഛായയിലുണ്ടാകുന്ന കറുത്ത നിഴലുകൾ അല്ലെങ്കിൽ ആ ഭരണകൂടത്തിലുണ്ടാകുന്ന ജനങ്ങളുടെ അപ്രീതി അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കാണ്. അതിന് നേതൃത്വ മാറ്റം ഒരു പരിഹാരമല്ല നികേഷേ. നമ്മൾ ശ്രീമാൻ AK ആന്റണി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് 2004 അവസാനത്തോടു കൂടി അദ്ദേഹം മാറുകയുണ്ടായി. ഒരു പുതിയ പ്രതിച്ഛായ കേരള രാഷ്ട്രീയത്തിൽ വരട്ടെ എന്ന് കരുതി ഞാനൊക്കെ വളരെ പരസ്യമായി അത് ശ്രീമാൻ AK ആന്റണി മാറണമെന്ന് അഭിപ്രായം പറഞ്ഞ ആളുകളാണ്. അന്ന് കോൺഗ്രസിന് 100 MLA-മാരുണ്ടായിരുന്നു, 100 MLA-മാർ. ആ 100 MLA-മാരെയാണ് ശ്രീമാൻ AK ആന്റണി ഉമ്മൻചാണ്ടിക്ക് നൽകിക്കൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറി ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായത്. പക്ഷേ എന്ത് സംഭവിച്ചു? 2006 തെരഞ്ഞെടുപ്പിൽ 40 MLA-മാരായി UDF-നെ അംഗസംഖ്യ കുറഞ്ഞുപോയി. അപ്പോൾ ഈ നേതൃത്വമാറ്റം കൊണ്ട് ഒരു ഫലമുണ്ടാകില്ല എന്ന് 2 തവണ നേതൃത്വമാറ്റം ഉണ്ടായതും നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നേതൃത്വമാറ്റമല്ല, ഈ ശൈലിയിൽ, ഈ രീതിയിൽ, ഈ ഭരണത്തിൻ്റെ പോക്കിൽ വലിയ വ്യതിയാനമാണ് ഉണ്ടാകേണ്ടത്. അത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ്. അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, സമുന്നതരായ നേതാക്കന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവരക്കാര്യം പരിഗണിക്കും എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ വിശ്വാസം. ശൈലിയിലെ മാറ്റം ദയവായി തുടരുക. ശ്രീ TN പ്രതാപൻ, ഒരു ശൈലി മാറ്റം ആവശ്യമാണ്. നേരത്തെ ശ്രീ അജയ് തറയിൽ പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ ചുരുക്കം പറയാം. ജനങ്ങളുടെ അപ്രീതി പരിഹരിക്കേണ്ടത്, അതിന് നടപടിയെടുക്കേണ്ടത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. നേതൃമാറ്റം 2 തവണ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും ഫലമുണ്ടായിട്ടില്ല. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താണോ തിരിച്ചടി ആ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുക അത് തന്നെയാണ് തുടർന്ന് വന്ന മുഖ്യമന്ത്രിക്കും ലഭിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ നിലയിൽ ഇതേ മുഖ്യമന്ത്രി തുടർന്നുകൊണ്ട് ശൈലി മാറ്റമാണ് ആവശ്യപ്പെടുന്നത്. അജയ് തറയിൽ അഴിമതിയുടെ കരിനിഴൽ വീണിരിക്കുന്നു, എല്ലാ തലങ്ങളിലും അഴിമതി ഉണ്ട് എന്ന് തുടർന്ന് AK ആന്റണി, അതുപോലെ VM സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളെല്ലാം തന്നെ പറയുകയും ഇപ്പോൾ ഒരു ശൈലി മാറ്റത്തിലേക്ക് അജയ് തറയിൽ പുതുതായി എത്തുകയും ചെയ്തിരിക്കുന്നു. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? എന്തായാലും നികേഷ്, ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് ഇടയായത് തന്നെ ഒരു കാര്യം ഉറപ്പാണല്ലോ, കേരളത്തിൽ ഔദ്യോഗിക തലങ്ങളിൽ അഴിമതി വ്യാപകമാകുന്നു എന്നാണ്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ വളരെ വളരെ ഗൗരവത്തോടുകൂടി ഭരണത്തെയും ജനങ്ങളെയും ഉദ്യോഗസ്ഥന്മാരെയും ജനപ്രതിനിധികളെയും നോക്കുന്ന ഒരു സംസ്ഥാനം. അവിടെയാണ് മുതിർന്ന നേതാക്കന്മാരായ ഭരണാധികാരികൾ ഉൾപ്പെടെ പറയുന്നു,
പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെന്റ്, ഇവിടെയെല്ലാം അഴിമതി വ്യാപിക്കുകയാണ്. ഇത്തരത്തിൽ അഴിമതി വ്യാപിക്കുന്നു എന്നൊരു സന്ദേശം, ഉറപ്പ് വളരെ വളരെ സീനിയർ മുതിർന്നമായ ആളുകൾക്ക് ബോധ്യമുള്ള ഒരു ഘട്ടത്തിൽ ഇതിന് പരിഹാരമുണ്ടാക്കണം. ആ പരിഹാരമുണ്ടാക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം തീർച്ചയായും ഭരണം നടത്തുന്ന ഭരണാധികാരികൾക്ക് തന്നെയാണ്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതിക്ക് എതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കണം. രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അഴിമതി, ഭരണകൂടത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു അഴിമതി ഉണ്ടെങ്കിൽ അതും കർശനമായും അത്തരത്തിലുള്ള അഴിമതികളും നിയന്ത്രിക്കാൻ, അതില്ലാതാക്കാൻ, അഴിമതി നടത്തിയവരെ തിരുത്തിക്കാൻ, അവരെ വേണ്ടി വന്നാൽ മാറ്റി നിർത്തേണ്ടിടത്തു നിന്ന് മാറ്റി നിർത്താൻ, അതിനെല്ലാത്തിനും ചുമതല എപ്പോഴും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കാണ്. ശ്രീ ടി എൻ പ്രതാപൻ, നമുക്ക് കുറെ കൂടി വ്യക്തതയോടുകൂടിയുള്ള ചർച്ചയിലേക്ക് പോകാം. ഇതിനകം തന്നെ ശ്രീ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു, അഴിമതിയുടെ കരിനിഴൽ വീണിരിക്കുന്നു UDF സർക്കാരിന്മേൽ, ഉമ്മൻചാണ്ടി സർക്കാരിന്മേൽ. ബുദ്ധിപൂർവമായ തന്ത്രപരമായ ഇടപെടൽ വേണമായിരുന്നു. കെ മാണിക്കെതിരായ ആക്ഷേപം വന്നപ്പോൾ തന്നെ മുമ്പ് UPA സർക്കാർ, രണ്ടാം UPA സർക്കാരിൽ ഘടകകക്ഷികളുടെ അഴിമതിയുടെ ഭാരം താങ്ങേണ്ടി വന്നത് കോൺഗ്രസിനായിരുന്നു. കോൺഗ്രസ് 204 സീറ്റിൽ നിന്ന് 44 സീറ്റിലേക്ക് ചുരുങ്ങിയത് അങ്ങനെയാണ്. സമാനമായ വിധത്തിൽ ഇവിടെ കോൺഗ്രസിൻ്റെ ഭാവിയെ നോക്കാതെ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന കോൺഗ്രസിന് പോകാനാകില്ല. ഞാൻ വി ഡി സതീശൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഹൈക്കമാൻഡിനെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. KPCC ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. KPCCയുടെ ഭാഗമായി തന്നെ ഹൈക്കമാൻഡിനെ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അതൃപ്തി ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ബംഗാൾ, തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. ഈ 3 സംസ്ഥാനങ്ങളിലും യാതൊരു സാധ്യതയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമില്ല. കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ വലിയൊരു തിരിച്ചുവരവിന് വേണ്ടി ശ്രമിക്കുകയാണ്. കേരളമാണ് ഏക സാധ്യതയുള്ള സംസ്ഥാനം. ആദ്യ ചുവട് വെക്കേണ്ടത് കേരളത്തിലാണ്. അത് വേണമെങ്കിൽ ഇവിടെ കൃത്യമായ തിരുത്തൽ വേണം. ബുദ്ധിപൂർവവും തന്ത്രപരവുമായ തിരുത്തൽ വേണം. എന്ത് തിരുത്തലാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ നിന്നും സംശയം ദൂരീകരിക്കപ്പെടണം. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കണമെങ്കിൽ സംശയരഹിതമായും നാം പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ബോധ്യമാകുമ്പോഴാണ് ജനങ്ങൾ ഏത് നേതാക്കന്മാരെയും രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വസിക്കുള്ളൂ. വാക്കൊന്നും പ്രവൃത്തി വേറെ ഒന്നുമായാൽ ആരും വിശ്വസിക്കില്ല. പഴയതുപോലെയല്ല നികേഷേ. ജനങ്ങൾ നമ്മളെക്കാട്ടിലും ബുദ്ധിയുള്ളതായിരുന്നു. നികേഷിനെക്കാട്ടിലും അല്ലെങ്കിൽ വി ഡി സതീശനെക്കാട്ടിലും എന്നെക്കാട്ടിലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കാരും ഭരണാധികാരികളെ ബുദ്ധിയുള്ളവരാണ് ജനങ്ങൾ. അതുകൊണ്ട് തന്നെ നാം ഭംഗിവാക്ക് പറഞ്ഞ് ഒഴിഞ്ഞു മാറി സൂത്രത്തിൽ പോയതുകൊണ്ട് കാര്യമില്ല. നാട്ടുകാർക്കിടയിൽ സംശയരഹിതമായ ഇങ്ങനെ പരത്തി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീ ടി എൻ പ്രതാപൻ, ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന അഴിമതിയുടെ കരിനിഴൽ മാറ്റാൻ ശൈലി മാറ്റമാണ് വേണ്ടത് എന്ന് ശ്രീ അജയ് തറയിൽ പറയുന്നു. അങ്ങനെ ഒരു ശൈലി മാറ്റം കൊണ്ട് മാത്രം ഈ ഒരു കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രതിച്ഛായ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, വളരെയേറെ ബുദ്ധിമുട്ട് പ്രവർത്തിക്കുന്ന, സോഷ്യൽ കമ്മിറ്റ്മെന്റുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ ഗവൺമെന്റിന് മാക്സിമം ഈ പുറത്തു വരുന്നതും ചർച്ച ചെയ്യുന്നതുമായ കാര്യങ്ങൾ, ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഭരണ അഴിമതികൾ മാറ്റി കുറേയും കൂടി ഭരണം, അതുകൊണ്ടാണ് മുന്നോട്ട് വരാൻ കഴിയുമെന്നാണ്. ദയവായി തുടരുക. ഞാൻ വളരെ വേഗത്തിൽ താങ്കളിലേക്ക് തിരികെ എത്താം. അഡ്വക്കേറ്റ് ജയശങ്കർ, സാധാരണഗതിയിൽ കോൺഗ്രസിൽ നേതൃമാറ്റം ഉണ്ടാകുമ്പോൾ ആദ്യം ഉയർന്ന് കേൾക്കാറുള്ളത് ഇത് തന്നെയാണ്. ശൈലി മാറ്റം, അതുപോലെ തന്നെ മുഖം മിനുക്കൽ, ഒപ്പം തന്നെ ഈ അഴിമതിയുടെ കരിനിഴൽ, അതിൽ നിന്ന് ബുദ്ധിപൂർവമായ ഇടപെടൽ. ഇത് ഒരുപക്ഷെ നമ്മൾ 2-3 മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അരുവിക്കര തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേൾക്കാനിടയുള്ള നേതൃമാറ്റം എന്ന ആവശ്യത്തിൻ്റെ ആദ്യപടിയാണോ? അല്ല, നേതൃമാറ്റം ആവശ്യമാണ് എന്നൊരു അഭിപ്രായം കോൺഗ്രസിലുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് ശ്രീ അജയ് തറയിൽ സൂചിപ്പിച്ച പോലെ ചെറിയ ഭൂരിപക്ഷമേ ഉള്ളൂ സർക്കാരിന്. 100 മെമ്പർമാരുള്ളപ്പോൾ ഒരു നേതൃമാറ്റം ചോദിക്കാമായിരുന്നു. AK ആന്റണിയെ മാറ്റി ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ സർക്കാരിന് ഒരു നൂൽപ്പാലത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇനി ഏത് ഹരിചന്ദ്രനെയാണ് മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്? ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് ആഗ്രഹിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏറ്റവും പ്രതിച്ഛായുള്ള വ്യക്തി എന്ന് പറയുന്നത് സാക്ഷാൽ AK ആന്റണിയാണ്. അദ്ദേഹം ഒരു കാരണവശാലും കേരളത്തിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നാൽ തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതമായ മണ്ഡലം ഏതാണുള്ളത്? വീണ്ടും തിരൂരങ്ങാടിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമോ? അതൊക്കെ സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഇതുപോലുള്ള ചർച്ചകളൊക്കെ ചെയ്ത് നമുക്ക് വരുന്ന ഒരു കൊല്ലം തള്ളി നീക്കാം.
2016 മെയ് മാസത്തിൽ ജനങ്ങൾ അവരുടെ യുക്തിക്കും വിവേകത്തിനും അനുസരിച്ച രീതിയിൽ വിധി പ്രസ്താവന നടത്തി. അത് കഴിഞ്ഞതിന് ശേഷം പാർട്ടിക്ക് മുന്നണിക്ക് എന്തുകൊണ്ട് ഇത്ര വലിയ തകർച്ച ഉണ്ടായി എന്ന കാര്യത്തെക്കുറിച്ച് അജയ് തറയിലും വി ഡി അഡ്വക്കേറ്റ് ജയശങ്കർ AK ആന്റണി അല്ല വി ഡി സതീശൻ എന്ന KPCC വൈസ് പ്രസിഡന്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസിലെ ഏറ്റവും പ്രസന്നമായ മുഖമാണ് രമേശ് ചെന്നിത്തല. ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച മുഖം. കോൺഗ്രസിന് ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. അതിൽ പ്രമുഖ സ്ഥാനം രമേശ് ചെന്നിത്തലയുടേതാണ് എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ വി ഡി സതീശൻ അടങ്ങുന്ന ഐ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത് ഉമ്മൻചാണ്ടി മാറുക, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുക എന്ന് തന്നെയാണ്. അല്ല, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ അയോഗ്യനായ ആളൊന്നുമല്ല. അദ്ദേഹം കഴിവ് തെളിയിച്ച ആളാണ്. KSU മുതൽക്ക് NSU പ്രസിഡന്റായിരുന്നു. ഇത് യൂത്ത് കോൺഗ്രസിൽ കഴിവ് തെളിയിച്ച ആളാണ്. കേരളത്തിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നു എന്ന് മാത്രമല്ല KPCC പ്രസിഡന്റായിട്ട് വളരെ കാലം പ്രവർത്തിച്ച അനുഭവ പരിചയമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മന്ത്രിമാരിൽ വെച്ച് മിക്കവരും തന്നെ അഴിമതി ആരോപണ വിധേയരാണ്, കളങ്കിതരാണ്, ജനങ്ങൾക്ക് മുമ്പിൽ കുറ്റാരോപിതരായി നിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്ത് അത്ഭുതമാണ് ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയല്ലേ? ആ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അത്ഭുതങ്ങളൊന്നുമില്ല. ഞാൻ ദയവായി തുടരുക. ഞാൻ തിരിച്ചെത്താം, എല്ലാവരിലേക്കും ഒന്ന് പോയിട്ട് മടങ്ങിയെത്താം. ഇവിടെ ശ്രീ ആന്റണി രാജു, ഘടകകക്ഷികളുടെ അഴിമതിയുടെ ഭാരം താങ്ങേണ്ടി വന്നത് കോൺഗ്രസിനാണ്. കൃത്യമായി പറഞ്ഞ വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് KM മാണിക്കെതിരെ ആക്ഷേപമുണ്ടായപ്പോൾ KPCC നേതൃത്വം KM മാണിയോട് ഒഴിഞ്ഞു പോകാൻ, അന്വേഷണം തീരുന്ന ഘട്ടം വരെയെങ്കിലും മാറി നിൽക്കാൻ ആവശ്യപ്പെടണമായിരുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടില്ല. അത് പഴകി അത് UDF ആകെ ബാധിക്കുന്ന വിധത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ മേൽ അഴിമതിയുടെ കരിനിഴൽ വീഴുന്ന തരത്തിലേക്ക് വളർന്നുപോയി. അത് വലിയ തെറ്റായിപ്പോയി. രണ്ടാം UPA സർക്കാരിൻ്റെ ഉദാഹരണമാണ് വി ഡി സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മന്ത്രിസഭ പോകുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം പറയാതിരുന്നത് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാകുമല്ലോ. നികേഷ്, ഈ ഗവൺമെന്റിന്റെ മേൽ കരുനിഴലുണ്ടായെന്നുള്ള ശ്രീ വി ഡി സതീഷിന്റെ ആരോപണത്തെ അവരുടെ പാർട്ടിയിലെ തന്നെ നേതാവും മന്ത്രിയുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് തന്നെ തള്ളിപ്പറയുകയുണ്ടായി. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ പ്രസ്താവനയുടെ പൊരുൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനകത്ത് അധികാര രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ മന്ത്രിസഭയിലെ പുനഃസംഘടനയെക്കുറിച്ച്, മുഖ്യമന്ത്രി മാറ്റത്തെക്കുറിച്ചൊക്കെ തന്നെ നല്ല രൂക്ഷമായ അഭിപ്രായ ഭിന്നത കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ വരുന്ന ഒരു വർഷത്തിനിടയ്ക്ക് ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാക്കണമെന്നും മുഖ്യമന്ത്രിയെ പോലും മാറ്റി മറ്റൊരാളെ പ്രതിഷ്ഠിക്കണമെന്നുള്ളൊരു ശക്തമായ നിർദ്ദേശം, ഒരാവശ്യമാണ് ശ്രീ സതീശൻ്റെ ഇന്നത്തെ ഇൻ്റർവ്യൂവിലൂടെ കേട്ട വാക്കുകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബാർക്കോഴ ആരോപണത്തെക്കുറിച്ചാണെങ്കിൽ ഘടകകക്ഷിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ബാർക്കോഴ ആരോപണത്തിൽ തന്നെ 4 മന്ത്രിമാർക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത്. അതിലൊരു ഘടകകക്ഷി ഒഴിച്ചാൽ ബാക്കി 3 കോൺഗ്രസ് മന്ത്രിമാരാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ മന്ത്രിയുടെ മാത്രം പഴിചാരി അതിൽ കോൺഗ്രസ് സംശുദ്ധമാണ്, ഏതെങ്കിലും ഒരു ഘടകകക്ഷി മാത്രമാണ് ഇതിൽ പ്രതിക്കൂട്ടിലെന്ന് വരുത്തി തീർക്കാൻ ആര് ശ്രമിച്ചാലും അത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, KPCC യോഗം ശ്രീ വി ഡി സതീഷിൻ്റെ തന്നെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനം, ശ്രീ VM സുധീരൻ പരസ്യമായി പറഞ്ഞത് KM മാണി ഈ കാര്യത്തിൽ അഴിമതി നടത്തിയെന്ന് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി എന്റെ പാർട്ടിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് തുടരുക. ശ്രീ PC ജോർജ്, മാണി രാജിവെച്ചിരുന്നു എങ്കിൽ ഈ പറയുന്ന കരിനിഴൽ ഒരു പരിധിവരെയെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിന് ഒഴിവാക്കാൻ കഴിയുമായിരുന്നോ? എന്നോടുള്ള പഴക്കം നികേഷിന്റെ വർത്താനം കേട്ടിട്ട്, കോൺഗ്രസ്സുകാരുടെ വർത്താനം കേട്ടിട്ട് എനിക്ക് ഒരു ഛർദി വരുന്നുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ഈ KM മാണിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? അഴിമതിയുടെ ഏറ്റവും വലിയ ആൾ ഉസ്താദാരെ ഉമ്മൻചാണ്ടിയല്ലേ കൈക്കൂലിക്കാരൻ. ആ മെയിൻ കൈക്കൂലിക്കാരനെ മാറ്റി നിർത്തിയിട്ട് ഉമ്മൻചാണ്ടിയുടെ ഈ ദേശീയയുടെ ചാരിത്ര പ്രസംഗം ആരോടാ? മാണി രാജിവെക്കണം, മാണി കള്ളാണ്, സമ്മതിച്ചു. പക്ഷെ ഉമ്മൻചാണ്ടിയെ വെറും കള്ളനില്ലേ? ഉമ്മൻചാണ്ടിയല്ലേ ഏറ്റവും കൂടുതൽ കൈക്കൂലി മേടിച്ചത്. ഏത് കാര്യത്തെ ഉമ്മൻചാണ്ടി മെച്ചം? ഉമ്മൻചാണ്ടിയെ കുറിച്ച് ആക്ഷേപമുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടി മൂത്രത്തിലേ ഉള്ളൂ. മന്ത്രിസഭയെ നയിക്കുന്നയാളെന്നുള്ള നിലയിൽ മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള നേതൃമാറ്റം എന്ന ആവശ്യം കൂട്ടക്കലാപത്തിലേക്കാണ് നയിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു സംഘർഷമുണ്ടാക്കി സാധാരണ പ്രവർത്തകരുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നേതൃത്വം. പക്ഷേ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് സോളാർ ആരോപണവും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. എന്നിട്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകൾ കിട്ടിയല്ലോ. ഈ
വലിയ ദുർഘടം പിടിച്ച പാതയും ഉമ്മൻചാണ്ടി മറികടക്കട്ടെ, ഇല്ലെങ്കിൽ അപ്പോൾ കാണാം എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അതായത് 1-2 മാസങ്ങൾ കൂടി മാത്രമേ ഉമ്മൻചാണ്ടിയെ ഇതേ നിലയിൽ പോകാൻ കോൺഗ്രസ്സുകാർക്ക് അനുവദിക്കാൻ കഴിയൂ എന്ന മുന്നറിയിപ്പാണ് ശ്രീ സതീശൻ നൽകുന്നത്. എന്റെ നികേഷേ, ആദ്യം പഠിച്ചോ, ഈ മുന്നണി ഗവൺമെന്റ് ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ, ഉമ്മൻചാണ്ടിയുടെ അനുവാദത്തോടുകൂടി മുഴുവൻ മന്ത്രിമാരും കൈക്കൂലി മേടിക്കല്ലേ? കൈക്കൂലി മാത്രമാണോ? എല്ലാവരും കൈക്കൂലി വാങ്ങുന്നു എന്ന് പി സി ജോർജ് ആക്ഷേപിക്കുമ്പോൾ ഇവര് നേതാക്കളെ തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, ആന്റണിക്ക് തോന്നുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും മറ്റു സ്ഥാപനങ്ങളിലുമെല്ലാം നിറഞ്ഞ അഴിമതിയാണ് എന്ന്. വി ഡി സതീശൻ പറയുന്നു ഈ സർക്കാരിൻ്റെ മേൽ അഴിമതിയുടെ കരിനിഴൽ വീണിരിക്കുന്നു എന്ന്, സർവ്വവ്യാപിയാണ് എന്ന് രമേശ് ചെന്നിത്തലയും വി എം സുധീരൻ സമ്മതിക്കുന്നു. ഒരു ദിവസം ഇങ്ങനെ ഇടുത്തി പോലെ ഇവരുടെയൊക്കെ പ്രസ്താവന വരിക. ഇവരാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ചേർന്ന സംവിധാനം തന്നെയാണ് ഈ അഴിമതിയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ജനങ്ങളോട് പറയുകയാണ് ഇത് മുഴുവൻ അഴിമതി. എന്ത് അർത്ഥമാണ്, എന്ത് യുക്തിയാണ് ഈ പ്രസ്താവനകൾക്കുള്ളത്? അല്ല, എ കെ ആന്റണിയുടെ പ്രസംഗം തന്നെ ഈ അദ്ദേഹം ഉദ്ദേശിച്ചത്, പ്രസംഗിച്ച് വന്നപ്പോൾ പറഞ്ഞു വന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതി, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അഴിമതി, കോളേജിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ കാശ് കൊടുക്കണം, പ്രവേശനം കിട്ടണമെങ്കിൽ, സ്കൂളിൽ പ്രവേശനം കിട്ടണമെങ്കിൽ കാശ് കൊടുക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, കേരളത്തിൻ്റെ അഴിമതി ഇപ്പോൾ നടക്കുന്നത് മന്ത്രിസഭയ്ക്കകത്ത് തന്നെയാണ്. അതാണ് ദിവസവും വരുന്ന റിപ്പോർട്ടുകളും സാക്ഷിമൊഴികളും പോലീസ് അന്വേഷണവും ഒക്കെ കാണിക്കുന്നത്. ഇതെന്തുകൊണ്ട് ഇതിലേക്ക് വിരൽ ചൂണ്ടാൻ ആദർശത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന എ കെ ആന്റണിക്ക് കഴിയുന്നില്ല? പേരെടുത്തൊന്നും പറയണ്ട, എന്നാലും വ്യക്തമായിട്ട് പറയണ്ടേ? ബാർക്കോഴ എന്നൊരു വാക്കെങ്കിലും അദ്ദേഹം പറയേണ്ടിയിരുന്നില്ലേ? അതെന്തുകൊണ്ട് പറഞ്ഞില്ല? ബാർക്കോഴയുടെ പേരിൽ, അതേപോലെയുള്ള മറ്റഴിമതിയുടെ പേരിൽ ഒരു പ്രതികൂട്ട് നിൽക്കുന്ന ഇത്രയും മന്ത്രിമാരെയും കൊണ്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് പറയാതെ കോളേജിലെ അഴിമതിയെക്കുറിച്ചും സ്കൂളിൽ പ്രവേശനത്തിന് കിട്ടുന്ന അഴിമതിയെക്കുറിച്ചും പങ്കിന്ദ്രനെ സൂചിപ്പിക്കുന്നത് ആന്റണി ഇതൊക്കെ പറയാൻ വയ്യാതെ വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് വെച്ച് ഇതിലേക്ക് ഒരു വിരൽ ചൂണ്ടുക മാത്രമാണ് ചെയ്തത്. അത് ശരിയായില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു നേതൃമാറ്റത്തിന് വേണ്ടിയുള്ള ഒരു ആലോചനയും ഒരു ആവശ്യവും പലയിടത്തു നിന്ന് വരുമ്പോൾ, വി ഡി സതീശിൽ നിന്ന് വരുമ്പോൾ, അജയ് തറയിൽ ശൈലി മാറ്റം ആവശ്യമാണെന്ന് പറയുമ്പോൾ നികേഷ് ചൂണ്ടിക്കാണിച്ച പണ്ട് കരുണാകരനെതിരെയും പറഞ്ഞതാണ് ഈ ശൈലി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. സാക്ഷാൽ ആന്റണി പക്ഷത്തിലെ നേതാക്കന്മാർ തന്നെയാണ് അന്ന് പറഞ്ഞു വെച്ചത്. അതേപോലെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലേക്കാണെന്നാണ്. ശ്രീ അജയ് തറയിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിലെത്തി നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ നേതൃമാറ്റം ആവശ്യപ്പെട്ട് നടു റോട്ടിൽ ഇറങ്ങാത്തത് എന്നാണ് ശ്രീ വി ഡി സതീശൻ പറയുന്നത്. ആ പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥിതിയിൽ നിന്നും മെച്ചപ്പെട്ടൊരു നിലയിലേക്ക് പോകണമെങ്കിൽ അതിന് നേതൃമാറ്റത്തിന് സഹായിക്കാൻ കഴിയുമെങ്കിൽ നേതൃമാറ്റം ആവശ്യപ്പെടുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2011 KPCC പ്രസിഡന്റും പാർലമെന്ററി പാർട്ടി നേതാവും മത്സരിക്കട്ടെ എന്നാണ് സോണിയാഗാന്ധി തീരുമാനിച്ചത്. രണ്ടുപേരും മത്സരിക്കുകയും രണ്ടുപേരും ജയിക്കുകയും ഒരാൾ KPCC പ്രസിഡന്റായി തുടരുകയും മറ്റൊരാൾ പാർലമെന്ററി പാർട്ടി നേതാവായി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. പിന്നീട് ഇതേ KPCC പ്രസിഡന്റ് തന്നെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് ആഭ്യന്തരമന്ത്രിയായി 2ാം സ്ഥാനക്കാരനായി. അപ്പോൾ സ്വാഭാവികമായും 1ാം സ്ഥാനക്കാരനിൽ ചില കുഴപ്പമുണ്ട് എങ്കിൽ ഇയാളെ വെച്ച് മുന്നോട്ട് പോകാനാകില്ല, അത് അപകടമേ ചെയ്യൂ എങ്കിൽ എന്തുകൊണ്ട് 2ാം സ്ഥാനക്കാരനെ 1ാം സ്ഥാനക്കാരനാക്കി ഉയർത്തി കാണിക്കുന്നില്ല? അങ്ങനെ ഉയർത്തി കാണിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ധൈര്യം താങ്കളെപ്പോലുള്ള കോൺഗ്രസ്സുകാർക്കില്ല. അല്ല, ഞാൻ MLA അല്ലാത്തത് കൊണ്ട് എനിക്കത് ആവശ്യപ്പെടാൻ കഴിയില്ല. നേതൃത്വ മാറ്റം ആവശ്യപ്പെടാൻ കഴിയുന്നത് MLA-മാർക്കാണ്. അവർ ആ പണി ചെയ്യേണ്ട സമയത്ത് ചെയ്തുകൊള്ളും. അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഈ നേതൃത്വ മാറ്റം 2 പ്രാവശ്യം നടന്നിട്ടും യാതൊരു പ്രയോജനവുമില്ലാതെ പോയ ഒരവസ്ഥ നമ്മളൊക്കെ കണ്ടിട്ടുള്ളവരാണ്. കാരണം വളരെ ഏറെ ക്ലേശകരമായ ഒരവസ്ഥയിൽ നിന്നും ഇനി വരാൻ പോകും. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ ശ്രീ അജയ് തറയിൽ. താങ്കൾ അല്പം മുമ്പ് ചൂണ്ടിക്കാണിച്ചത് നേതൃമാറ്റം ആവശ്യപ്പെടാനാവുക MLA-മാർക്കാണ് എന്നാണ്. ഇതിനകം തന്നെ KTDC ചെയർമാൻ്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ഏതാണ്ട് 26ഓളം MLA-മാരെ അണിനിരത്താൻ ഐ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഈ പറയുന്ന TN പ്രതാപൻ അടക്കമുള്ളവർ ഐ ഗ്രൂപ്പിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണെന്ന വാർത്തകളും നമ്മുടെ മുന്നിലുണ്ട്. വേണമെങ്കിൽ ഐ ഗ്രൂപ്പിന് മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടാനുള്ള അംഗബലം ഇപ്പോഴില്ലേ?
അല്ല, അംഗബലത്തിൻ്റെ കാര്യമല്ലല്ലോ നികേഷ്. അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ആളുകൾ സ്വാഭാവികമായി ഒരു മാറ്റമുണ്ടാകും. അങ്ങനെയാണല്ലോ കെ കരുണാകരന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഭൂരിപക്ഷമൊക്കെ എത്രയോ സമയം കൊണ്ടാണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കോൺഗ്രസിനകത്ത് പാർലമെന്റ് പാർട്ടിയിൽ നഷ്ടപ്പെട്ടത്. അതൊക്കെ ഡൽഹിയുടെ തീരുമാനമുണ്ടെങ്കിൽ എല്ലാ രീതിയിലൊക്കെ മാറും. അതുകൊണ്ട് അങ്ങനെ ഒരു ഇരുമ്പുരക്കയാണ് എന്ന ധാരണയൊന്നും ഇവിടെ ആക്കുമില്ല. പക്ഷെ നേതൃത്വ മാറ്റം പറയേണ്ട ആള് അല്ല, ഞങ്ങളാരും അത് പറയേണ്ടതല്ല. ഞങ്ങളൊക്കെ പാർട്ടി ഈ നയം പറയേണ്ട ആളുകളാണ്. നേതൃത്വമാറ്റം വേണമെന്നൊക്കെ പറയേണ്ടത് MLA-മാരാണ്. അവരത്തരത്തിൽ ചിന്തിക്കുകയോ വേണ്ടയോ എന്നുള്ളത് അത്തരം കാര്യങ്ങളാണ്. ഇരട്ടത്താപ്പ് കാണിക്കുന്നത് നേരത്തെ താങ്കൾ പറയുകയുണ്ടായി AK ആന്റണി മാറണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട ഒരാളാണ് താനെന്ന്. അന്നും താങ്കൾ MLA ആയിരുന്നില്ല, ഇപ്പോഴും MLA അല്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന സർക്കാർ തെറ്റായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണുമ്പോൾ അതിനെ ശരിയാവണ്ണം നിയന്ത്രിക്കേണ്ടത്, തിരുത്തൽ പറഞ്ഞു കൊടുക്കേണ്ടത് ഏതൊരു കോൺഗ്രസ് പ്രവർത്തകൻ്റെയും നേതാവിൻ്റെയും ബാധ്യതയല്ലേ? KPCC വക്താവ് എന്നുള്ള നിലയിൽ ആ ബാധ്യത താങ്കൾക്കുമില്ലേ? അജയ് തറയിൽ വേദിയിലൊക്കെ പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പരസ്യമായി പറയാൻ കഴിയില്ല. ഏതായാലും നേതൃത്വ മാറ്റം ഇപ്പോൾ അജണ്ടയിൽ ഇല്ല എന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട. ഇപ്പോഴുള്ള അഴിമതിയുടെ പ്രശ്നമാണ്. അഴിമതിയുടെ ഒരു കരുതൽ അത് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. ദയവായി തുടരുക. TN പ്രതാപൻ, നേതൃമാറ്റം ആവശ്യപ്പെടാനാവുക MLA-മാർക്കാണ് എന്നാണ് അജയ് തറയിൽ പറയുന്നത്. താങ്കൾ MLA ആണല്ലോ. ഈ ഉമ്മൻചാണ്ടി മാറണോ വേണ്ടയോ? ശ്രീ പ്രതാപനിലേക്ക് തിരികെ എത്താം. അഡ്വക്കേറ്റ് ജയശങ്കർ, ആവശ്യം വരുമ്പോൾ ഏത് നിലയിലും MLA-മാരുടെ എണ്ണത്തിൽ ബലാബലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. പക്ഷേ അവിടെ ഹൈക്കമാൻഡിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് പ്രധാനമാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ കേരളം മാത്രമാണ് ഏക സാധ്യത. ഇതിനകം തന്നെ ഞങ്ങൾ ആക്സസ് ഉള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അവർ യുക്തമായ തീരുമാനം എടുക്കും എന്നൊക്കെയാണ് VD സതീശൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ഉമ്മൻചാണ്ടിയെ മാറ്റി മറ്റൊരു മുഖം, രമേശ് ചെന്നിത്തല എന്ന പ്രസന്നമായ ആ മുഖം വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? രമേശ് ചെന്നിത്തല വരുമല്ലോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇവിടെ അജയ് തറയിൽ പറഞ്ഞ പോലെ MLA-മാരല്ല ആവശ്യപ്പെടുന്നത്. കോൺഗ്രസിൽ നേതൃമാറ്റം വേണമെന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗുകാർ ആവശ്യപ്പെട്ടപ്പോൾ കരുണാകരനെ മാറ്റി. മുസ്ലിം ലീഗുകാർ ആവശ്യപ്പെട്ടപ്പോൾ സോണിയാഗാന്ധി നമ്മുടെ AK ആന്റണിയെ മാറ്റി ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്നു. ഇനി മുസ്ലിം ലീഗുകാർ ആവശ്യപ്പെടട്ടെ, ഉമ്മൻചാണ്ടി മാറി വേറെ ആരെങ്കിലും വരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടാൽ കോൺഗ്രസ്സുകാരും ആവശ്യപ്പെടും, KM മാണിയും ആവശ്യപ്പെടും. മുസ്ലിം ലീഗാണ് സത്യത്തിൽ തീരുമാനിക്കുന്നത്. പാണക്കാട് ഹൈദരലി തങ്ങൾ തീരുമാനിക്കും. ഹൈദരലി തങ്ങൾ എന്ത് തീരുമാനിക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി തീരുമാനിക്കും. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയാണ് ആത്യന്തികമായിട്ട് UDF-ന്റെ എന്താണ് അതിൻ്റെ കാര്യസ്ഥൻ. അദ്ദേഹം പറഞ്ഞാൽ മാറും, അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ മാറില്ല. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ പിന്തുണ ഉള്ളിടത്തോളം കാലം ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കും. കുഞ്ഞാലിക്കുട്ടിയുടെ പിന്തുണ എന്ന് നഷ്ടപ്പെടുന്നു അന്ന് ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രിയായിട്ട് മാറും. ഇത്ര കാര്യമുള്ളൂ. പിന്നെ ജേക്കബ് ജോർജിന് മനസ്സിലാക്കാത്ത ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കുക. അതായത് ഈ AK ആന്റണി മറ്റു എല്ലാ അഴിമതിയെക്കുറിച്ചും പറഞ്ഞു. വില്ലേജ് ഓഫീസിലെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞു, എക്സൈസ് ഓഫീസിലെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞു, ബാർക്കോഴയെ പറ്റി പറഞ്ഞില്ല. അത് ജേക്കബ് ജോർജ് അർത്ഥാന്തരന്യാസം എന്നൊരു അലങ്കാരമുണ്ട് മലയാളത്തിൽ, അത് പഠിക്കണം. എന്നെ പഠിപ്പിച്ചത് നെടുമ്പാശ്ശേരി സ്കൂളിൽ ശോശാമ്മ മാത്യു എന്ന് പറഞ്ഞ ടീച്ചറാണ്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. സാമാന്യം താൻ വിശേഷം താൻ ഇവയിൽ പ്രസ്തുതത്തിന് അപ്രസ്തുതാക്കിയ ഭാഗം അതാണ് ഇത് പഠിക്കണം. അപ്രസ്തുത പ്രശംസ എന്ന അലങ്കാരമുണ്ട്, അർത്ഥാന്തരന്യാസമുണ്ട്. അത് രണ്ടും പഠിച്ചാൽ മനസ്സിലാവും. ഇത് അലങ്കാര ശാസ്ത്രമാണ്. തുടരുക. ശ്രീ ആന്റണി രാജു, ഭരണം ഡീവിയേറ്റ് ചെയ്തു പോയിരിക്കുന്നു. വികസനവും കരുതലും എന്നുള്ളതാണ് UDF സർക്കാരിൻ്റെ നയം. അതിൽ കരുതൽ എവിടെയോ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വൻകിട പ്രൊജക്റ്റുകൾ വരുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ക്ഷേമ പെൻഷനുകളിലെ ക്ഷേമ പദ്ധതികളുടെ പണമെടുത്തിട്ടാണോ ചെലവഴിക്കുന്നത് എന്ന സംശയം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ നയത്തിലുള്ള വ്യതിയാനം, അതായത് സാമ്പത്തിക ഞെരുക്കം എന്ന ഓമന പേരൊന്നും ആവശ്യമില്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇതാ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അതിലൊരു മാറ്റം വേണം എന്ന് പോലും പറയുമ്പോൾ ഈ ഭരണത്തിൽ കാര്യമായി ഒരു ഇടപെടൽ അനിവാര്യമാണെന്ന് പറയുന്നു. നിങ്ങൾ കൂടി അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തമാണല്ലോ. ഈ ഭരണം ഇങ്ങനെ പോകാൻ പാടില്ല എന്ന് KPCC-യുടെ വൈസ് പ്രസിഡന്റ് തന്നെ, അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഭാരവാഹി തന്നെ ആ നിലയിൽ വിലയിരുത്തുമ്പോൾ എന്ത് നിർദ്ദേശമാണ് ഇതിനെ ശരിയാക്കാനുള്ളത്?
അല്ല, തീർച്ചയായിട്ടും ശ്രീ നികേഷ് പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ഈ കാലത്ത് മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും കേരളത്തിലെ ഗവൺമെൻറ്റുകൾ നേരിടുന്നൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ നടുവിലും വികസന പ്രവർത്തനങ്ങൾക്കൊരു ദിശാബോധം നൽകാൻ, ഒരു കാഴ്ചപ്പാട് നൽകാൻ, അല്ലെങ്കിൽ നല്ല വികസന പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നു എന്നുള്ളൊരു ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകളൊക്കെ തന്നെ മുടങ്ങിയിരുന്നതൊക്കെ കുടിശ്ശികളൊക്കെ തീർക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തി വരികയാണ്. അത് PWD കരാറുകാരുടെ കുടിശ്ശികളെല്ലാം ഏതാണ്ട് തീർക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുന്നതായിട്ട് ചില ആന്റണി രാജു എണ്ണി പറയുന്നു സതീശൻ. ഒന്ന്, വില നിയന്ത്രിക്കുന്ന ഏജൻസികൾക്ക് പണം കൊടുക്കുന്നില്ല, കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കുന്നില്ല, ക്ഷേമ പെൻഷനുകൾ നൽകുന്നില്ല. ഇനിയിപ്പോൾ മഴ വരാൻ പോവുകയാണ്, അപ്പോൾ റോഡുകൾ തകരും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് റോഡുകൾ നന്നാക്കിയിട്ടില്ലെങ്കിൽ അതും മതി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളെ ബാധിക്കാനെന്ന്. ധനമന്ത്രി ഇവിടെ ഇല്ല, വിദേശത്താണ്. എങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും ഒരു ശ്രദ്ധയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് മറ്റ് വിവാദങ്ങൾ, അഴിമതി വിവാദങ്ങൾക്കൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു വി ഡി സതീശന്. ശ്രീ നികേഷ്, ഇത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ മാത്രം ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ലല്ലോ. ക്യാബിനറ്റ് എടുക്കുന്ന കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഭരണം നടക്കുന്നത്. പിന്നെ ബഡ്ജറ്റിൽ നിന്ന് തന്നെ വ്യതിചലിച്ചുകൊണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ചില ചിലവുകൾ വഹിക്കുവാൻ വേണ്ടി ക്യാബിനറ്റ് ചില തീരുമാനം എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ബഡ്ജറ്റിൽ നിന്ന് തന്നെ, പ്രപ്പോസലിൽ നിന്ന് തന്നെ ഡീവിയേറ്റ് ചെയ്തു പോകാൻ ധനമന്ത്രി നിർബന്ധിതനാകുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് ധനമന്ത്രിക്ക് തന്നെ തുറന്നു പറയേണ്ടി വന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഒരു ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ബഡ്ജറ്റ് പ്രപ്പോസൽ വെക്കും, പക്ഷേ ക്യാബിനറ്റ് അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വേറെ വലിയ കാര്യങ്ങളിലേക്ക് സാമ്പത്തികം മാറ്റിവെക്കുന്ന നിർദ്ദേശങ്ങൾ വരുമ്പോൾ ബഡ്ജറ്റും വികസന പ്രവർത്തനവുമായി ഒരുമിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തൊരു അവസ്ഥ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് പരസ്യമായി അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അതിന് ഏതെങ്കിലും ഒരു മന്ത്രിയോ ധനകാര്യമന്ത്രിയോ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് ഈ ആരോപണം ഉന്നയിച്ച സതീഷിന് പോലും അറിയാമല്ലോ. ശ്രീ അജയ് തറയിൽ, മുഖ്യമന്ത്രിക്കാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം. ഇപ്പോൾ ശ്രീ ആന്റണി രാജു പറയുന്നത് പോലും അതാണ്. അതായത് ബജറ്റ് അവതരിപ്പിക്കുന്നു KM മാണി കഷ്ടപ്പെട്ട്, പക്ഷേ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ മന്ത്രിസഭയിൽ എടുക്കുകയും അങ്ങനെ വൻകിട പ്രൊജക്റ്റുകൾ മാത്രമാവുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ സർക്കാർ ഇങ്ങനെ ആയിപ്പോയതിൻ്റെ ഉത്തരവാദിത്തം ഉമ്മൻചാണ്ടിക്ക് മാത്രമാണ്. KPCC അതിൽ നിന്ന് കൈയൊഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. AICC ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കൂലങ്കഷമായി കേരളത്തിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം കൈയൊഴിയുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന ഒറ്റ തല മാത്രമാണ് നിങ്ങളുടെയൊക്കെ ലക്ഷ്യം. അല്ല, ഇത്തരം വലിയ വൻകിട പദ്ധതികളൊന്നും KPCC ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന വിഷയങ്ങളല്ല. അതൊക്കെ ഗവൺമെൻറ് തലത്തിലുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് തലത്തിലാണ് തീരുമാനമുണ്ടാകുക. അതുകൊണ്ട് ഞാനതിനെ ആരെയും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഗവൺമെൻറ് തലത്തിൽ അവരുണ്ടാക്കുന്ന പ്രയോറിറ്റിയാണ്, അവരുടെ പ്രയോറിറ്റിയാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നു. കേരളത്തിൻ്റെ പ്രയോറിറ്റിയെക്കുറിച്ചുള്ള ഭരണകൂടങ്ങളുടെ അജ്ഞതയാണ് LNG ടെർമിനലിൻ്റെ കാര്യത്തിൽ വന്ന അതിനെക്കുറിച്ചുള്ള എൻ്റെ പ്രതികരണത്തിൽ ഞാൻ പറയുകയുണ്ടായി. അത് നാഷണൽ ഹൈവേ, അതുപോലെ കൂടംകുളത്തു നിന്നുള്ള വൈദ്യുതി ലൈൻ വലിക്കുക, ഈ കുടിവെള്ള പൈപ്പുകൾ ഇടുക, ഈ ജനങ്ങൾക്കുള്ള ഹൈവേ റോഡുകൾ, 4 വരി പാത. ഈ ലോകത്ത് 4 വരി പാതയില്ലാത്ത ഏക തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്, കേരളമാണ്. തലസ്ഥാന നഗരിയിലേക്ക് 4 വരി പാത പോലും ഇല്ല. അപ്പോൾ അതൊന്നും പ്രയോറിറ്റിയിൽപ്പെടുത്താതെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു. അതെല്ലാം ചെയ്യേണ്ടത്, പ്രയോറിറ്റി ഉണ്ടാക്കേണ്ടത് ഭരണകൂടങ്ങളുടെ പ്രത്യേകതയാണ്. അത് അവർ തീരുമാനിച്ചു കൊള്ളട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുക. ശ്രീ ആന്റണി രാജു പറഞ്ഞ പോലെ ആരെയും കുറ്റപ്പെടുത്താൻ ഞാനില്ല. ശ്രീ ജേക്കബ് ജോർജ്, അതായത് നമ്മളിപ്പോൾ ഈ അഴിമതിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ശൈലിയിലോ അഭിപ്രായ വ്യത്യാസം ഭരണമുന്നണിയിലാകെയുണ്ട്, കോൺഗ്രസ്സിലാകെയുണ്ട് എന്ന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ. ഇപ്പോൾ നമുക്ക് മനസ്സിലായി വരുന്നത് ഉമ്മൻചാണ്ടിയുടെ ഈ വൻകിട പ്രൊജക്റ്റുകളെക്കുറിച്ച് പോലും ഇവർക്കാർക്കും യോജിപ്പില്ല എന്നാണ്. ഇപ്പോൾ വിഴിഞ്ഞം പ്രൊജക്റ്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കുശുകുശുക്കുന്നത്, അതിൽ അഴിമതിയുണ്ട് എന്ന് കുശുകുശുക്കുന്നത് ഐ ഗ്രൂപ്പുകാരാണ്. ഇവിടെ സ്മാർട്ട് സിറ്റി വലിയ പദ്ധതിയായ ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായിട്ടൊക്കെ വന്നതാണ്, അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. കൊച്ചി മെട്രോ, അത് സാധാരണ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കേണ്ട പണം അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്. അതിനാണോ ഇപ്പോൾ കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത് എന്ന സംശയം. മാത്രമല്ല കൊച്ചി മെട്രോ ഇനി 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ് വരാൻ പോകുന്നുമില്ല. അതിൻ്റെ നേട്ടം എറണാകുളത്ത് പോലും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതിനോടൊക്കെ തന്നെയും ഒരു എതിർപ്പ് രൂപപ്പെട്ട് വരുന്നു എന്നുള്ളതും ഉമ്മൻചാണ്ടിക്ക് വലിയ ഭീഷണിയായി കാണണം.
അല്ല, തീർച്ചയായിട്ടും എതിർപ്പുണ്ടാവും. കേരളത്തിൽ ഏത് വിഷയം എടുത്താലും അതിന് എതിർപ്പുണ്ടാവും, ജനങ്ങളുടെ എതിർപ്പുണ്ടാവും. പല കേന്ദ്രങ്ങളിൽ നിന്നും ചിലപ്പോൾ സ്വന്തം തട്ടകത്തിൽ നിന്നും എതിർപ്പുണ്ടാവും. ഉമ്മൻചാണ്ടിയുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ബിഗ് ടിക്കറ്റ് പദ്ധതികൾ, അതിനുവേണ്ടി ഒരു വൻതോതിൽ മുന്നോട്ട് പോവുക. അതാണ് സ്മാർട്ട് സിറ്റി, കൊച്ചി മെട്രോ, പിന്നീട് സബർബൻ റെയിൽവേ എന്നൊക്കെ പറഞ്ഞത് 2500 കോടി രൂപയുടെ പദ്ധതി, ഏറ്റവും കൂടുതൽ വിഴിഞ്ഞം. അതിനകത്ത് അഴിമതി ഉണ്ടെന്നൊക്കെ കുശിക്കുന്നതും ഒക്കെ കേൾക്കാം. ഇന്ന് എം വിജയകുമാറിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു, അതിനെതിരെ അത് നിർത്തിവെക്കണമെന്ന് തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, തിരുവനന്തപുരത്തുകാരുടെ ഒരു വലിയ അഭിലാഷമാണ്, എത്രയോ ദശകങ്ങളായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് വിഴിഞ്ഞം പദ്ധതി. അതിനകത്ത് അഴിമതിയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞാനിപ്പോൾ പറയാൻ ആളല്ല. പക്ഷേ ആ ഒരു പദ്ധതി കേരളത്തിൻ്റെ ആവശ്യമാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ ആവശ്യമാണ്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിന് അനുകൂലമായി ജനങ്ങളെ തിരിക്കുക എന്നത് ഭരണത്തിലിരിക്കുന്ന ഏത് ഭരണക്കാരാണെങ്കിലും അവരുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അജയ് തറയിൽ പറയുന്ന കാര്യം ക്രിട്ടിക്കലായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പല സംഭവങ്ങളുണ്ടാവും. ഇതൊക്കെ പാർട്ടിക്കകത്ത് ആലോചിച്ചുകൂടെ? UDF ആലോചിക്കേണ്ടതല്ലേ? ഇതൊക്കെ ആലോചിച്ചിട്ട് വേണ്ടേ? ബാർ നിരോധനം കൊണ്ടുവന്നു. ആരാണ് ഇവിടെ ആലോചിച്ചത്? എന്ത് പഠനമാണ് ഇവിടെ നടത്തിയത്? അപ്പോൾ ഇതൊന്നും ആലോചിക്കാനോ പഠിക്കാനോ നേരമില്ല. ആരെങ്കിലും ഒരു ബോധോദയം കാണുമ്പോഴത്തേക്ക് ശരി, ഇന്ന് മുതൽ ബാറൊന്നും വേണ്ട എന്ന് പ്രസ്താവിക്കുക, അതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ മുൾമുനയിലാക്കി വെല്ലുവിളിക്കുക, അതുപോലെയുള്ള നിരുത്തരവാദപരമായ രാഷ്ട്രീയമല്ലേ ഇവിടെ നടക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുഖ്യമന്ത്രി ഒരു വഴിക്ക് കൂടി സ്വന്തമായിട്ട് ചില പദ്ധതികളുമായിട്ട് ആവിഷ്കരിച്ച് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ടീം മോശം. എന്തുകൊണ്ടും ഒരു ഭയങ്കരമായ കാലക്കേട് പിടിച്ച ഒരു ഗവൺമെൻറ്റാണ് ആയിപ്പോയി ഇത് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു പക്ഷേ അതേ തരത്തിൽ അതിന് മാത്രം മറുപടി പറഞ്ഞ് നമുക്കൊരു ഇടവേളയ്ക്ക് പോകാം. അതായത് മുഖ്യമന്ത്രി സ്വന്തം നിലയ്ക്ക് പോവുകയാണ്, അതിൻ്റെ ഉത്തരവാദിത്തം പാർട്ടിക്കില്ല എങ്കിൽ തന്നെ യഥാവിധി UDF നിയന്ത്രിക്കാൻ ഉമ്മൻചാണ്ടിക്ക് ആയിട്ടുമില്ല എന്ന ജേക്കബ് ജോർജിൻ്റെ നിരീക്ഷണം. അത് അങ്ങനെ ഒരു ഒറ്റയടിക്ക് എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. കേരളത്തിലിപ്പോൾ കെ കരുണാകരൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം കൊണ്ടുവന്നപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ലേ? ഏത് മുഖ്യമന്ത്രിമാരും വലിയ വൻകിട പദ്ധതി കൊണ്ടുവരുമ്പോൾ പാർട്ടിക്കകത്തു നിന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പുറത്തുനിന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, സ്വാഭാവികമാണ്. സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം അനുഭവിക്കുമ്പോഴാണ് വൻകിട പ്രൊജക്റ്റുകൾക്ക് അടിയന്തരമായി പണം ധൂർത്തടിക്കുന്നത് എന്ന സംശയം കോൺഗ്രസിന്റെ ചില കോണുകളിൽ നിന്നുണ്ടാകുന്നു. ഇത് ക്ഷേമ പദ്ധതികൾക്കല്ലേ പോകേണ്ടിയിരുന്നത്? നമ്മൾ വരവിനനുസരിച്ച് ചെലവഴിക്കണ്ടേ എന്നാണ് ചോദ്യം. അല്ല, അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ മറുപടി പറയാൻ കഴിയില്ല. ശ്രീ ആന്റണി രാജു, കെ മാണിയുടെ അഴിമതിക്ക് കോൺഗ്രസ് തന്നെ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുന്ന VD സതീശൻ 2 ദിവസം മധ്യമേഖലാ ജാഥ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ആ നിലയിൽ മാറ്റിവെച്ചത് എന്നും മറ്റ് മേഖലാ ജാഥകൾ മാറ്റിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നുവെന്നും അത് ഞങ്ങൾ ചെവിക്കൊണ്ടില്ല എന്നും പറയുമ്പോൾ തന്നെ ജോസ് കെ മാണി ആയിരിക്കും മധ്യമേഖലാ ജാഥ നയിക്കുക എന്നത് പൂർണ്ണമായും തള്ളിക്കളയുന്നു. ജോസ് കെ മാണി അല്ല എന്നാണ് പറയുന്നത്. ചോദ്യം ഇതാണ്, ആരാണ് പിന്നെ മധ്യമേഖലാ ജാഥ നയിക്കുന്നത്? അല്ല, മാണി സാറ് മറ്റന്നാളാണ് ദുബായിൽ നിന്ന് മടങ്ങിയെത്തുക. അദ്ദേഹം മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ 27-ാം തീയതി ആരംഭിക്കുന്ന ഈ ജാഥയ്ക്കിടെ ക്യാപ്റ്റനെ നിശ്ചയിക്കും. ഇവിടെ ശ്രീ VD സതീശൻ ഇന്ന് ജാഥ ക്യാപ്റ്റന് കേരള കോൺഗ്രസ് പാർട്ടി നിശ്ചയിക്കേണ്ട ജാഥ ക്യാപ്റ്റൻ പ്രതിനിധി ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് ഇത്തരമൊരു വിവാദപരമായ ഒരു പ്രസ്താവന, ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് അത് മുന്നണി ബന്ധങ്ങൾ നന്നായി കൊണ്ടുപോകുന്നതിന് ഗുണകരമായിരിക്കില്ല. കാരണം കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധിയെ നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ മധ്യമേഖലാ ജാഥ നയിക്കാൻ പ്രാപ്തനായ ഒരു വ്യക്തിയെ കേരള കോൺഗ്രസ് പാർട്ടി നിശ്ചയിക്കുമെന്ന് കരുതുന്നതിന് പകരം ചില വ്യക്തികളുടെ പേര് വലിച്ചഴച്ച് അനാവശ്യമായി വിവാദമുണ്ടാക്കി കക്ഷികൾ തമ്മിലുള്ള ബന്ധങ്ങളെ വഷളാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണോ ഈ VD സതീശൻ ഈ പരാമർശം നടത്തിയതിൻ്റെ പിന്നിലുള്ളതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, മധ്യമേഖലാ ജാഥ കേരള കോൺഗ്രസ് പാർട്ടി ക്യാപ്റ്റൻസി കേരള കോൺഗ്രസ് പാർട്ടിക്കാണ് അനുവദിച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസ് പാർട്ടി നിശ്ചയിക്കുന്നയാൾ ആരായാലും അദ്ദേഹം ആ ജാഥയെ നയിക്കും. പക്ഷേ അതേ തരത്തിൽ നിങ്ങളുടെ മേഖലാ ജാഥകളുടെ ക്യാപ്റ്റന്മാർ ആരായിരിക്കണം എന്ന സംബന്ധിച്ച് കേരള കോൺഗ്രസ് അഭിപ്രായം പറയാത്ത നിലയ്ക്ക് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജാഥ ക്യാപ്റ്റൻ ആരായിരിക്കണം എന്നുള്ളത് അവർക്ക് വിട്ടുകൊടുക്കുന്നതല്ലേ മര്യാദ?
അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണല്ലോ. ശ്രീ കേരള കോൺഗ്രസ് പാർട്ടി ശ്രീ കെ എം മാണി തീരുമാനിക്കുന്ന വ്യക്തിയാണ് ആ ജാഥ നയിക്കാൻ പോകുന്നത്. പിന്നെ മാണിയെപ്പോലെ രാഷ്ട്രീയം അറിയാവുന്ന ഒരാൾ 4 മേഖലാ ജാലകൾ നയിക്കുന്ന പ്രഗത്ഭമതികളായ നേതാക്കന്മാരോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവിനെ അവരുടെ കൂട്ടത്തിൽ നിർദ്ദേശിക്കുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പിന്നെ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കളങ്കിതരായ ആളുകൾ ആരും തന്നെ ജാഥ നയിക്കാനും പാടില്ല. ഇത്രയും കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് കെ എം മാണിക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട്. കേരള കോൺഗ്രസ് തീരുമാനിച്ചുകൊള്ളും. അത് അവരുടെ മാത്രം ഓപ്ഷനാണ്. ഞാൻ അതിനകത്ത് അഭിപ്രായം ഒന്നും പറയുന്നില്ല. പക്ഷേ ഞങ്ങൾക്കുള്ള ഒരു ഒറ്റ കാര്യം, കളങ്കിതരായ ആളുകൾ ആരും തന്നെ ജാഥ നയിക്കാനും പാടില്ല. മറ്റൊരു കാര്യമുള്ളത്, ശ്രീ KPA മജീദിനെ പോലെ അതുപോലെ പ്രഗത്ഭരായ നല്ല ആളുകളൊക്കെ നയിക്കുന്നതാണ്. അതുപോലെയുള്ള ആളുകളുടെ പേര് ശ്രീ കെ എം മാണി പറയട്ടെ എന്നാണ് ഞങ്ങൾക്കൊക്കെ ഉള്ള പ്രതീക്ഷ. കേട്ടല്ലോ ശ്രീ ആന്റണി രാജു. അതെ, അത് അജയ് തറയിലിൻ്റെ അഭിപ്രായം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കളങ്കിതരായ ആരെയും തന്നെ ജാഥയുടെ ക്യാപ്റ്റനായി നിശ്ചയിക്കില്ല. കേരള കോൺഗ്രസ് പാർട്ടി ഇതുവരെ ജാഥയുടെ ക്യാപ്റ്റൻ ആരാണെന്ന് കളങ്കിതരാകാൻ പാടില്ല, ഒപ്പം തന്നെ സീനിയർ നേതാവായിരിക്കണം. അതിന്റെ അർത്ഥം ജോസ് കെ മാണി പറ്റില്ല എന്ന് തന്നെയാണ്. ജോസ് കെ മാണി ഇതിനകം തന്നെ സരിതയുടെ കത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സീനിയർ അല്ല. ഇവരൊക്കെ പോയി വേണം ഈ VD സതീശനെ പോലെ, KPCC വൈസ് പ്രസിഡന്റ് പോലുള്ള, അല്ലെങ്കിൽ അജയ് തറയിലിനെ പോലെ 10-25 കൊല്ലം KPCC ഭാരവാഹികളായിരുന്ന ആളുകൾ വേണം ഈ ജാഥ ക്യാപ്റ്റനെ പോയി സ്വീകരിക്കാൻ. അതവർക്ക് കഴിയില്ല. അല്ല, അതിപ്പോൾ അജയ് തറയിലിനെ സ്വീകരിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ജാഥ ക്യാപ്റ്റൻ നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശമുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി നിശ്ചയിക്കുന്ന ജാഥ ക്യാപ്റ്റൻ ആ ജാഥ നയിക്കും. അത് അജയ് തറയിലൊക്കെ വന്നത് സ്വീകരിച്ചേ പറ്റൂ. അല്ല, സ്വീകരിക്കാതെ മാറി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെങ്കിൽ, UDFിൻ്റെ ഭാഗമാണെങ്കിൽ, UDF നയിക്കുന്ന ജാഥ മധ്യമേഖലയിലൂടെ കടന്നു പോകുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ക്യാപ്റ്റനെ സ്വീകരിക്കാൻ ശ്രീ അജയ് തറയിലും ആലയുമായി നിൽക്കേണ്ടി വരും. അഡ്വക്കേറ്റ് ജയശങ്കർ, എന്ത് ജാഥയാണ് ഇനി നയിക്കാൻ പോകുന്നത്? ഇവരെല്ലാം പറയുന്നു ആന്റണി, ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവർ പറയുന്നു സർവ്വവ്യാപിയാണ് ഇവിടെ അഴിമതി, ഞങ്ങളുടെ ഇടയിൽ മുഴുവൻ അഴിമതിയാണെന്ന്. പിന്നെ എന്ത് ജാഥയാണ് ഇവർ നയിച്ച് എന്ത് കാര്യമാണ് പറയാൻ പോകുന്നത്? അല്ല, ഇവര് ഘടകകക്ഷികളുടെ അഴിമതിയെക്കുറിച്ചാണല്ലോ നമ്മുടെ സുഹൃത്ത് സതീശൻ പറയുന്നത്. സതീശൻ എൻ്റെ വളരെ നല്ലൊരു സുഹൃത്താണ്, എനിക്ക് സ്നേഹവും ബഹുമാനവും ഉള്ള ഒരാളാണ്. പക്ഷേ സതീശൻ ഈ ഘടകകക്ഷികളുടെ അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ സ്വന്തം പാർട്ടിക്കാരുടെ അഴിമതിയെക്കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് അഭിപ്രായം? KM മാണിയുടെ അഴിമതിയെക്കുറിച്ച് ഇവിടെ പറയുന്നു. K ബാബുവിൻ്റെ അഴിമതിയെക്കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് അഭിപ്രായം? ഇപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. വിഴിഞ്ഞത്തിൽ എത്ര കോടി രൂപയുടെ അഴിമതിയാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്? അതിൽ ബാബുവിൻ്റെ വീതം എത്രയാണ്, ഉമ്മൻചാണ്ടിയുടെ വീതം എത്രയാണ്? ഇതൊക്കെ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത്ര വലിയ അഴിമതി നടത്തുന്നവർ, ശതകോടികളുടെ അഴിമതി നടത്തുന്ന ആളുകൾ വെറും 1 കോടിയുടെ അഴിമതി 3 ഘട്ടമായി നടത്തി എന്ന് പറയുന്ന പാവപ്പെട്ട KM മാണി വന്യവയോധികനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാനത്തെ ഇന്നിങ്സ് കളിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പണം വാങ്ങിയിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ പോലെ ഒരാളെ ഇങ്ങനെ ഒരു കുരിശിൽ തറച്ച് കുന്തം കൊണ്ട് കുത്തുകയാണ്. എന്നിട്ട് പറയുന്നു ഘടകകക്ഷികളുടെ അഴിമതി കൊണ്ട് ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ ആകമാനം ഇടിഞ്ഞു പൊളിഞ്ഞ് താറുമാറായി. എന്തൊരു കഷ്ടമാണിത്, ഇല്ലേ? കോൺഗ്രസ് പാർട്ടിക്കാർ ഇന്ന് വരെ ഒരു അഴിമതി നടത്തിയിട്ടില്ല. രഘുപതി രാഘവ രാജാറാം പാടി നടക്കുന്ന പരമ നിസ്വന്മാരായ നിസ്വാർത്ഥമതികളായ കർമ്മയോഗികളാണ്. ഇതൊക്കെ ആര് വിശ്വസിക്കും, ഇല്ലേ? ഇന്നിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UPA സർക്കാർ തകർന്ന് താറുമാറായി 44 MP ഇരിക്കുന്നതിൻ്റെ കുഴപ്പം DMKയുടെ അല്ലെങ്കിൽ DMKയുടെ കഴുത്തിൽ വെച്ചു കൊടുക്കാനാണെന്നാണ് ശ്രീ സതീശൻ പറയുന്നത്. ഇത് ആര് വിശ്വസിക്കും? കോൺഗ്രസ്സുകാർ എത്ര വലിയ അഴിമതി നടത്തിയത്? പ്രധാനമന്ത്രി നേരിട്ട് നടത്തിയ, അദ്ദേഹം നേരിട്ട് ഭരിച്ച, പ്രധാനമന്ത്രി കൈക്കൂലി പഠിക്കുമെന്ന് ഒരിക്കലും പറയില്ല. മൻമോഹൻ സിംഗ് കൈക്കൂലി പഠിക്കുന്ന ആളല്ല. പ്രധാനമന്ത്രി നേരിട്ട് ചുമതല വഹിച്ച കൽക്കരി വകുപ്പിൽ എത്ര ലക്ഷം കോടിയുടെ അഴിമതി നടന്നത്, ഇല്ലേ? 1,86,000 കോടി രൂപയുടെ അഴിമതി നടന്നു. എന്നിട്ട് അവർ പറയുകയാണ് കോൺഗ്രസ്സുകാരൊക്കെ നിഷ്കാമ കർമ്മയോഗികളാണ്. സോണിയാഗാന്ധിയും ഒരു അഴിമതി നടത്തിയിട്ടില്ല, രാഹുൽ ഗാന്ധി നടത്തിയിട്ടില്ല, പ്രിയങ്ക ഗാന്ധിയെ കെട്ടിയ വധേരയും നടത്തിയിട്ടില്ല എന്ന്. എന്നിട്ട് പറയുന്നത് ആര് വിശ്വസിക്കും? എന്നിട്ട് ഘടകകക്ഷികളുടെ മേൽ കുതിര കയറുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സതീശനാണെങ്കിൽ പോലും ശരിയല്ല, മര്യാദയല്ല എന്നാണ് എൻ്റെ എന്നാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ജേക്കബ് ജോർജ്, അവസാനമായി ഒറ്റ കാര്യം കൂടി. ഉമ്മൻചാണ്ടിയെ ടാർഗറ്റ് ചെയ്ത് AK ആന്റണി പോലും നീങ്ങുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാവിയെ അതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്?
നേരത്തെ നികേഷ് പറഞ്ഞല്ലോ 24-25 MLA-മാർ രമേശ് ചെന്നിത്തലയ്ക്കുണ്ടെന്ന്. പക്ഷേ എൻ്റെ ഒരു കണക്ക് ഉമ്മൻചാണ്ടിയോടൊപ്പം ഒരു 10-24-25 MLA-മാരുണ്ട്. അതേപോലെ ജയശങ്കർ ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗാണ് കരുണാകരനെ താഴെ ഇറക്കാൻ മുൻകൈ എടുത്തതെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ അന്ന് കണ്ടതും റിപ്പോർട്ട് ചെയ്തതും ഞാൻ മനസ്സിലാക്കി വെച്ചതും അനുസരിച്ച് ആന്റണി പക്ഷവും തിരുത്തൽവാദികളും രമേശ് ചെന്നിത്തല, കാർത്തികൻ, MI ഷാനവാസ് ഒക്കെ ഉൾപ്പെട്ട തിരുത്തൽവാദികളും കൂടി ഒരു മുന്നേറ്റം നടത്തി. ഒരു ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടി കരുണാകരനുമായിട്ട് തെറ്റി. ഇനി കരുണാകരനെ വെച്ചുറപ്പിക്കാൻ ആവില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി ശപഥം ചെയ്തു. ആ കുഞ്ഞാലിക്കുട്ടി ആന്റണി പക്ഷത്തിന് പിന്തുണ കൊടുത്തു. പിന്നീട് പുറകെ ബാലകൃഷ്ണപിള്ള TMJP തുടരും കൂടി ചേർന്നു. കരുണാകരൻ്റെ കൂടെ നിൽക്കാൻ നാരായണ പണിക്കറും PK നാരായണ പണിക്കർ NSSും CMP MBR-ഉം CP ജോണും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കരുണാകരനെ താഴെ ഇറക്കാനുള്ള സിനാരിയോ ഉണ്ടായത്. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലേക്കാണ് ഞാൻ വരുന്നത്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കണമെങ്കിൽ ഉമ്മൻചാണ്ടി, KM മാണി, കുഞ്ഞാലിക്കുട്ടി ഈ ത്രയം തകർക്കണം. അതിന് രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷിയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു പക്ഷേ KM മാണിക്കെതിരെ അന്വേഷണം നീണ്ടു പോകുന്നതും നൂറുകണക്കിന് ആൾക്കാരെ ചോദ്യം ചെയ്യുന്നതും ആ അന്വേഷണത്തിൽ KM മാണിയെ കുരുക്കിയിടുന്നതും ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല ആയിരിക്കുന്നതും ഒരുപക്ഷെ ഇത്തരം ഒരു നീക്കത്തിൻ്റെ ഭാഗമല്ല എന്ന് ബഹുമാനപ്പെട്ട ആന്റണി രാജുവിനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ഈ സാഹചര്യം. ജേക്കബ് ജോർജ്, ആന്റണി രാജു, അജയ് തറയിൽ, അഡ്വക്കേറ്റ് ജയശങ്കർ, PC ജോർജ്, TN പ്രതാപൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് എഡിറ്റേഴ്സ് അവരിൽ ഇടപെട്ടതിന്